നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ആ സിനിമയെ പറ്റി ഓർക്കുമ്പോഴത്തേക്കും മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ സിനിമയിലൂടെ നമുക്ക് കിട്ടിയ മോഹൻലാലിനെ ആയിരിക്കും. പക്ഷേ ആ സിനിമയ്ക്ക് ശേഷം മലയാളികൾക്ക് ഇഷ്ടം പോലെ സ്വീറ്റ് ആയിട്ടുള്ള ഗാനങ്ങൾ സമ്മാനിച്ച ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ജെറി അമൽദേവ് സർ. ഇന്നത്തെ സെല്ലുലോയിഡിൽ ജെറി അമൽദേവ് സാറിന്റെ വിശേഷങ്ങളാണ്. Jerry sir, welcome to Celluloid. Welcome, thank you. Sir, I'm so happy to sit in front of you. ഈ ചാറ്റിലേക്ക് I'm really looking forward. ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാമും കൂടെയാണ്. So we are really blessed to have you. Okay. Thank you. Yeah. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാറിൻ്റെ വീട്ടിലാണുള്ളത്. ഒന്നാം സാർ എനിക്ക് തോന്നുന്നു സാർ നല്ലൊരു ഡിവോട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? യെസ് യെസ്. ഇഷ്ടം പോലെ മരങ്ങളും ഒരുപാട് ചെടികളും ഒരു ലേക്ക് ഫ്രണ്ടേജ് ഉണ്ട് സാറിന്. നൈസ് നൈസ്, വെരി നൈസ്. വീട്ടിലേക്ക് റിവർ. ഇറ്റ്സ് എ റിവർ. റിവർ. 1980-കളിൽ സാറ് സിനിമയിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് മികച്ച ഗാനങ്ങൾ, 3 സ്റ്റേറ്റ് അവാർഡുകൾ സാറിന് കിട്ടി. അതിനുശേഷം 2016 വരെ ഒരു ബ്രേക്ക്. 2016 ആക്ഷൻ ഹീറോ ബിജുവിലൂടെ സാർ ഒരു തിരിച്ചുവരവ് വന്നു. ആ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂസിക് കമ്പോസറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മ്യൂസിക്കിനെ പറ്റി അതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ പറ്റിയിട്ടോ ഒന്നും അറിയാൻ പാടില്ലാത്ത കൊച്ചു പിള്ളേർ പോലും ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് നോക്കും. അന്ന് അവിടെ ഉണ്ടായിരുന്ന പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൂക്കൾ, പനിനീർ പൂക്കൾ എന്നുള്ള പാട്ട്. എന്തായിരുന്നു പിന്നെ സാർ ബ്രേക്ക് എടുത്തത്? ഞാൻ ബ്രേക്ക് എടുത്തില്ല, ഞാനിവിടെ ഉണ്ടായിരുന്നു, ആരും എന്നെ വിളിച്ചില്ല, അത്രയേ ഉള്ളൂ. Why but? I have no idea, but I can only എന്താ പറയുക, ഒരു കൺക്ലൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു തിയറി പോലെ പറയാവുന്നേ ഉള്ളൂ. അതിന് പ്രൂഫൊന്നുമില്ല. The people thought ഞാനും യേശുദാസും കൂടി എന്തോ പ്രശ്നമുണ്ട് എന്നൊരു ചിന്ത ആളുകളുടെ, പ്രത്യേകിച്ച് സിനിമാക്കാരുടെ ഇടയിൽ വന്നു. പക്ഷെ അത് പണ്ടായിരുന്നില്ലേ? പണ്ടെന്ന് വെച്ചാൽ 2005 years ago, 1995 അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ആളുകൾക്ക് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് 20 കൊല്ലം ഞാൻ സിനിമയിലില്ലായിരുന്നു, ആരും എന്നെ വിളിച്ചില്ല. പിന്നെയാണ് എബ്രിഡ് ഷാൻ വന്ന് വിളിക്കുന്നത്. That's very sad. അങ്ങനെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയോ പുറത്ത് ഇത്രയും ഒരു ഇതൊക്കെ മാനുഷികമാണ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ആരും ഇതൊന്നും പ്ലാൻ ചെയ്യുന്നില്ലല്ലോ. It's perfectly okay. Okay, but happy to have you back. Thank you. വേറൊരു ചോദ്യം എനിക്ക് സാറിൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാൻ തോന്നുന്നതാണ്. അതായത് ഇപ്പം സാറ് ചെറുപ്പത്തിലെ സാറ് 17 വയസ്സ് വരെ സംഗീതം സാറ് അഭ്യസിച്ചിട്ടില്ല. ഇല്ല. അതിനുശേഷം സാറ് പിന്നെ ഒരു വൈദികനാകാൻ വേണ്ടി പഠിച്ചു. ജർമ്മൻ അച്ഛന്മാരാണ് സാറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മ്യൂസിക്കിന് വേണ്ടി തരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പിന്നെ വിളിയില്ല എന്നൊക്കെയുള്ള തോന്നലൊക്കെ വന്നിട്ട് സാർ എന്നിട്ട് പിന്നെ ബോംബെയിലേക്ക് തിരിച്ചു വന്നു. നേരെ ചെന്ന് നൗഷദ് അലിയുടെ ഇതിലേക്കാണ് ചെന്ന് പുലിയുടെ മടയിലേക്ക് വന്നു പെടുന്നത്. അതായത് ഇത്രയും നാളൊരു ഫോർമൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ കുറച്ച് നാൾ അഭ്യസിച്ചതിന് ശേഷം അത്രയും ഒരു ഭീകരനായ ഒരു ഹൗ ഡിഡ് ഹി ഫൈൻഡ് ദാറ്റ് സ്പാർക്ക്? യു ഷുഡ് ഹാവ് ദാറ്റ് ഇമ്മൻസ് കേപ്പബിലിറ്റി ആൻഡ് ഹി ഐഡന്റിഫൈഡ് ഇറ്റ്. ഉറപ്പായിട്ടും. അല്ലാതെ ഒരാൾക്ക് ചുമ്മാ നടന്നു കയറി ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടല്ലോ. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ദാറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ സെമിനറിയിൽ നിന്ന് ബോംബെയിലേക്ക് പോയി. എന്നെ ഈ അച്ഛന്മാർ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് ദേ ഗേവ് മീ ഫെസിലിറ്റീസ്. എന്നിട്ട് അവിടെയുള്ള വേറൊരു അച്ഛനുമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. ആ അച്ഛൻ വഴി ആ ഇടവക എന്ന് പറഞ്ഞ് മനസ്സിലാവും, ഇടവകയിലുള്ള ഒരു മാംഗലൂരിയൻ നൊറോണ എന്ന് പറയുന്ന ആളുടെ കമ്പനിയിൽ എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നു. ഓക്കെ. ഒരു ഗുമസ്തപ്പണി. അങ്ങനെ അത് ഫ്ലോറ ഫൗണ്ടനിലായിരുന്നു. ഡോറിക് പെൻ കമ്പനി എന്ന് പറയുന്നൊരു പേന കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഐ ഗോട്ട് എ ജോബ്. എൻ്റെ ജോബ് വാസ്
10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കൈകൊണ്ട് ലെറ്റർ എഴുതണം. സർ, ഞങ്ങളിങ്ങനെ പേന അയക്കുകയാണ്, കഴിയുന്ന നേരത്തെ അതിൻ്റെ റെമിറ്റൻസ് തരണം, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ ഒരു എഴുത്ത് എനിക്ക് എഴുതാനുള്ളൂ. ഞാനോ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ബാന്ദ്രയിലാണ്. ശരി, മുംബൈയിൽ, ബോംബെയിൽ ബാൻഡ്രയിൽ. സോ ദിസ് ഇസ് ഫ്ലോറ ഫൗണ്ടൻ. ബാൻഡ്രയായിട്ട് വളരെ ദൂരമുണ്ട്. തീവണ്ടിക്ക് പോകണം, അതായത് ഈ സബർബൻ ട്രെയിനിൽ കയറി പോകണം, വരണം, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചുമ്മാ ഹോളിഡേ കിട്ടിയപ്പോൾ ഒന്ന് നടന്ന് ഈ സീ ഷോറിൽ കൂടി അങ്ങ് നടന്ന് പോയി. അതായത് ബാൻഡ്രയിൽ നിന്ന് കാർ വഴി പോകുന്ന ഒരു സീ ഷോറുണ്ട്. ശരി. അങ്ങനെ ഞാൻ നടന്നു പോയപ്പോൾ വലത്തുവശത്തൊക്കെ വലിയ വലിയ വീടുകളാണ്. ശരി. പിന്നീട് എനിക്ക് മനസ്സിലായി, ഒന്ന് ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് കവി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് കവി, ബട്ട് ഹി ഈസ് ആക്ച്വലി എ ബംഗാളി, ബ്രദർ ഓഫ് സരോജിനി നായിഡു. പിന്നെ അവിടെ രാജേന്ദ്രകുമാറിൻ്റെ വീട്, പിന്നെ അങ്ങനെ പല വലിയ 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 സിനിമ ആക്ടേഴ്സിൻ്റെ വീടുകൾ ഇങ്ങനെ നിരന്ന് ഒരു സൈഡിൽ കൂടിയുണ്ട്. അങ്ങനെ നടന്ന് നോക്കിയപ്പോഴുണ്ട് ഒരു ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു നൗഷാദ്. സഡൻലി ആയിപ്പോൾ ഇതേത് നൗഷാദാണാവും. ഞാൻ ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ട്. ചെറുപ്പം മുതലെന്ന് വെച്ചാൽ 4-ാമത്തെ വയസ്സ് മുതൽ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി വീട്ടിൽ. അപ്പോൾ എൻ്റെ അമ്മാവന്മാർ ഗ്രാമഫോൺ റെക്കോർഡൊക്കെ പ്ലേ ചെയ്യുമായിരുന്നു, അവിടെ കോളാമ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പഴയ ഹിന്ദി പാട്ടുകൾ കേട്ടാണ് വളർന്നത്. ഉദാഹരണത്തിന് പങ്കജ് മല്ലിക് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ബംഗാളി കമ്പോസർ, പിന്നെ R.C. ബോറാൽ എന്ന് പറയുന്ന വേറൊരു കമ്പോസർ, പിന്നെ നമ്മുടെ മന്നാഡയുടെ അങ്കിളായ K.C. ഡേ എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് സിംഗർ ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ വളരെ നന്നായിട്ട് പാടുന്ന ആളുകളായിരുന്നു. ഇവരുടെയൊക്കെ പാട്ടുകൾ കേട്ട് ഞാൻ വളർന്നു. അപ്പോൾ നൗഷാദിൻ്റെ പാട്ടുകൾ അക്കാലത്ത് വന്നിരുന്നു ഒരുപാട്. രത്തൻ, ദില്ലഗി, ദിലാനി, ദാസ്താൻ, ദീവാന എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമകൾ വന്ന്. അപ്പോൾ അതിലൊക്കെ പാട്ടുകളൊക്കെ ഞാൻ അറിയാതെ പഠിച്ചു. അപ്പോൾ നൗഷാദ് സാബ് എന്നെ കണ്ടപ്പോൾ എനിക്കൊന്ന് then I should make ഇദ്ദേഹം എന്ന് കാണണമല്ലോ, ഇഫ് ദിസ് ഇറ്റ് മിസ്റ്റർ നൗഷാദ് ഹിംസെൽഫ് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. നോക്കിയപ്പോൾ അവിടെ ഗൂർഖ ഇല്ല. ഓക്കെ. ഒന്നും കൂടി ശ്രദ്ധിച്ച് വല്ല പട്ടിയോ പൂച്ചയോ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു അകത്തേക്ക് പോവാം. അങ്ങനെ ആ ഗേറ്റ് തള്ളി തുറന്ന് ഞാൻ അകത്ത് ചെന്ന് ഒരു കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഒരാൾ അകത്ത് നിന്ന് ആ ഡോറിന് 4 പാളിയാണ്. താഴത്തെ 2 പാളി തുറന്നില്ല, മുകളിലുള്ള 2 പാളി തുറന്നിട്ട് എന്നെ നോക്കിയിട്ട് കോൺ ഹോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ആൾ മനസ്സിലായി നൗഷാദെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നൗഷാദിന് വസൂരിക്കുത്തുണ്ട് മുഖത്ത്. അത് ചെറുപ്പത്തിലത് വസൂരി പിടിച്ച ആളാണ്. അപ്പോൾ I said, Mr. Naushad, I am from Kerala, my name is Jerry Amaldev, I am a big fan of yours. What? केरला में क्या मेरा कौन फैन हो सकता है? I said, no sir, we sing all your Hindi songs in Kerala. We love Hindi songs. Really? मुझे यकीन नहीं आता, എനിക്ക് വിശ്വാസം വരുന്നില്ല. Anyway, come in, let me find out what you are. അങ്ങനെ ഡോർ തുറന്ന് ഞാൻ എന്നെ അകത്തേക്ക് കയറ്റി. അകത്തേക്ക് കയറ്റിയപ്പോൾ അവിടെ ഒരു സെർവൻ്റ് ഉണ്ട്, സുബയ്യ, ഒരു തമിഴ്. സുബയ്യോട് പറഞ്ഞ് ഒരു കപ്പ് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ പിടിച്ചിരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛാ സുനാവോ, മേരാ എക് പുരാന ഗാന സുനാവോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പച്ചവെള്ളമാണ്. അരെ ദൂസറ ഗാവോ തൂ മേരാ ചാന്ദ് മേത്, ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഒരു 4 പഠിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉറുദു കിസ്നെ സിഖായ, നിന്നെ ഉറുദു ആരാ പഠിപ്പിച്ചത്? ഞാൻ പറഞ്ഞു, സർ നോബഡി ടു ടീച്ച് ഉറുദു ഇൻ ദ സൗത്ത്. ഞാനൊക്കെ വെറുതെ ഇതിങ്ങനെ അങ്ങനെ തന്നെ കോപ്പി അടിക്കുകയാണ്. റഫീ സാബും മറ്റുള്ളവരൊക്കെ പാടുന്ന അങ്ങനെ തന്നെ കോപ്പി അടിക്കുക, അല്ലാതെ then he said, your pronunciation is very good. क्या चाहते हो എന്ന് ചോദിച്ചു. എന്താ ഞാൻ പറഞ്ഞു, സർ ഐ എം എ സിംഗർ ഫ്രം the beginning and my desire is to be a playback singer. Oh, okay.
And he looked into my eyes like this and said, റഫി സാബുള്ള കാലത്തോളം നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഐ ഓൾസോ ഡു സംതിങ് എൽസ് എന്ന് പറഞ്ഞു. അതെന്താ, ഐ ടേക്ക് സേ യുവർ സോങ് ആൻഡ് ഐ ക്യാൻ അത് മറിച്ചിടാൻ പറ്റും എന്ന് പറഞ്ഞു. അതെന്താ, ഐ സെഡ് യു നോ യു റിമെമ്പർ യുവർ ഓൾഡ് സോങ് ദുനിയാ മേ ഹം ആയേ ഹൈ തോ ജീനാ ഹി പടേഗാ ജീവൻ ഹൈ അഗർ സഹർ തോ പീനാ ഹി പടേഗാ. ഇങ്ങനൊരു പാട്ട് മദർ ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിലുണ്ട്. ശരി. സോ നൗഷാദ് പറഞ്ഞു അച്ഛാ ഇസ്കോ ക്യാ കർ സക്തേ ഹോ. എനിക്കിത് അങ്ങനെ തന്നെ മറിച്ചിടാവുന്നത്. എങ്ങനെ, ദുനിയാ മേ ഹം ആയേ ഹൈ തോ ജീനാ ഹി പടേഗാ ജീവൻ ഹൈ അഗർ സഹർ തോ പീനാ ഹി. അരെ യാർ तुम कैसे करते हो इतने जल्दी? I said, I don't have to think, sir. As soon as I get some lyrics like that, I can always do this. बहुत अच्छा എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കാർഡ് എനിക്ക് തന്നു. അച്ഛാ കബി കബി മുझे ബുലായാ കരോ, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ഒന്നും നൗഷാദിനെ വിളിക്കുന്നത് ശരിയാകില്ല, മാസത്തിലൊരിക്കൽ വിളിച്ച് കളയാം, അതിൽ തെറ്റില്ല, ഉപദ്രവം തോന്നില്ല. അപ്പോൾ നൗഷാദ് സാഹിബിന് 10 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം വിളിച്ചു, നൗഷാദ് സാഹിബ് ഘർ മേ ഹേ, ഞാൻ ചോദിച്ചു. ഒരു ഇത്തിരിക്കില്ലാത്ത പെൺകുട്ടി ഫോൺ എടുത്തിട്ട് അബ്ബു ഘർ മേ നഹീ ഹേ, അബ്ബു എന്നാ പറയുന്നത്. ഓക്കെ, ഒരു മാസം പോയി. അങ്ങനെ 11 മാസം പോയി. 11 വീണ്ടും വിളിച്ചില്ല. യു ഡിഡ് നോട്ട് റിപ്പീറ്റ്. വൺസ് ഇൻ എ മന്ത് ഞാൻ നിശ്ചയിച്ചു. അസനെ ഉപദ്രവിക്കരുതല്ലോ. അല്ല, ഓക്കെ. സോ 11 months the girl picked up the phone. Different children. Oh my god. 10 മക്കളല്ലേ, അതിൽ 9 ഇങ്ങനെ നിൽക്കുകയാണ്. ആരെങ്കിലും ഒരു പെൺകുട്ടി എടുക്കും, പറയുന്നേ ഘർമേ അബ്ബു ഘർമേ നഹീ ഹേ ഇതും. അങ്ങനെ 11ാമത്തെ മാസം ഞാൻ ഡയൽ ചെയ്തപ്പോൾ നൗഷാദ് ഹിംസെൽഫ് ടുക്ക് ദ ഫോൺ. I said, sir, I am Jerry here. अरे यार क्या करते हो, कहाँ है, क्या हो गया, अब भी है यहाँ? എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു yes sir, now it is impossible for me to be a clerk and write this absurd letters. It's a life and death situation. I cannot do without music. Oh ho. अच्छा चलो कल मेरे घर में आ जाओ. Okay. എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ ചെല്ലുന്നു കാലത്ത് 8 മണിക്ക്. അദ്ദേഹം പറഞ്ഞു अच्छा आओ, मैं एक गाना बजाता हूँ हारमोनियम पे, आप इसका नोटेशन लिखिए और उसका कॉर्ड्स डालिए एंड उसके ऊपर एक काउंटर मेलोडी लिखो. ഇങ്ങനെ 3 സാധനം പറയുന്നത്. ശരി. അതായത് ഞാൻ ഹാർമോണിയം വായിച്ചിട്ട് ഒരു ട്യൂൺ തരാം, അത് എഴുതിയെടുക്കണം. അതിന് ഉതകുന്ന കോഡ്സ് എഴുതണം. വെസ്റ്റേൺ മ്യൂസിക്കിൽ ഹാർമണി കോഡ്സ്. അതിനുശേഷം ഈ മെലഡിയോട് കൗണ്ടറായിട്ട് വേറൊരു പാരലായിട്ട് വേറൊരു മെലഡി കൂടി ഉണ്ടാക്കണം. വയലിൻ വായിക്കാനാണ്. യെസ് സർ ഞാൻ പറഞ്ഞത്. ഹൗ ഡു യു നോ ടു ഡു ദിസ്? യെസ് സർ, ഐ ഹാവ് ഡൺ ദിസ് ഇൻ മൈ ഓൺ വേ. റൈറ്റോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി. നൗഷാദ് സാഹിബ് is giving me an absolute fantastic test, which is to my heart's desire. അപ്പം ഞാൻ ആ നൊട്ടേഷൻ എഴുതിയ പാട്ടെഴുതിയ നോട്ട് പേപ്പറുമായിട്ട് അവിടെ ആ മുറിയിൽ കോർണറിൽ ഒരു ജർമ്മൻ പിയാനോ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് പിയാനോ തുറന്നു ആദ്യത്തെ കോഡ് ഇടാൻ പോവുകയാണ്. ശ്രുതി 1 ആദ്യത്തെ കോഡ് ഇടാൻ പോയിട്ട് പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ ഏത് കോഡാണെങ്കിലും പഞ്ചമം ഇല്ലാതെ കോഡ് ഇടാൻ പറ്റില്ല. ഫസ്റ്റ് കോഡ് സാ ഗ പ. ശരി. പിന്നെ എനിക്ക് തന്ന പാട്ടിൽ പഞ്ചമം ഇല്ല. ആലോചിച്ച് നോക്കൂ. പഞ്ചമം ഇല്ലാത്തൊരു സരി ഗ മ ധനി സ നി ധ മ ഗ മ ഗ രി സ, ഇതാണ് രാഗം. എൻ്റെ അത് പഞ്ചമം ഇല്ല. അപ്പം ഞാനിങ്ങനെ പിയാനോയിലൊക്കെ ആദ്യത്തെ കോഡ് ഇടണമെങ്കിൽ സാ ഗ പ എന്ന ആദ്യത്തെ കോഡ്.
പായില്ലല്ലോ, പായിട്ട് രാഗം പോയില്ലേ. ഞാൻ വേർത്ത് കുളിച്ചു. For 10 minutes I couldn't do anything. I was dumbfounded. You know, I had never come across this situation. Literally my clothes were wet. Oh. And then after some time I thought, ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, I have to do something before he comes. അപ്പോൾ വീണത് വിദ്യ എന്നും പറഞ്ഞ് ഞാൻ സഗമ പെരിയമ്മ എന്നുള്ള വെച്ചുകൊണ്ട് കോഡ്സ്, ആർട്ടിഫിഷ്യൽ കോഡ്സ്, ഇത് ഈ രാഗത്തിൽ നിന്ന് കുറേ കോഡ്സ് ഉണ്ടാക്കി അതങ്ങ് എഴുതിയിട്ടു. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മുകളിൽ വയലിൻ വായിക്കാൻ ഒരു ട്യൂൺ എഴുതി ശ്വാസം, ദീർഘശ്വാസം വിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വരുമെന്നും പറഞ്ഞു. He came after 2 hours. എന്നിട്ട് പറഞ്ഞു, ക്യാ ക്യാ? As I said, I have done it. So he called, സുബയ്യ ഓ മാർട്ടിൻ പിൻഡോക്ക് ബുലാവോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോർമൽ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യുന്ന ഒരാൾ, ഒരു ഗോവക്കാരനാണ്, മാർട്ടിൻ പിൻറ്റോ. അവർ താമസിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അപ്പോൾ പിൻറ്റോ സാബ് വാസ് ഓൾറെഡി 70 years old at that time. അപ്പോൾ അദ്ദേഹം വന്നത് ഒരു വയലിൻ ഒരു പഴംതുണിയിൽ പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. കയറി വന്നപ്പോൾ നൗഷാദ് പറഞ്ഞു, अच्छा पिंटो साहब ये लड़के ने कुछ किया है, हम देखते हैं कि इसमें कुछ बात है कि नहीं. So you play the counter melody, I'll play the melody on the harmonium here, and Jerry Saab, എന്നെ ജെറി സാബ് എന്ന് വിളിക്കും. അവരുടെ ഈ ലക്നവി മര്യാദ അനുസരിച്ച് ആരെയും തും ഒന്നും പറയില്ല, എല്ലാവരും ആപ്പാണ്. അപ്പോൾ ജെറി സാബ്, ഞാൻ വെറും 25 വയസ്സുള്ള പയ്യനാണ്, ജെറി സാബ്. ആ ജെറി സാബ് ഓ പിയാനോ പേ കോഡ്സ് ബജായേഗ എന്ന് പറഞ്ഞു. അങ്ങനെ നൗഷാദ് മെലഡി പാടി, പിൻറ്റോ വയലിൻ വായിച്ച് ഞാൻ കോഡ്സ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിൻറ്റോ സാബ് വയലിനടുത്ത് പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചിട്ട് നടന്ന് പോവുകയാണ്, ഒരക്ഷരം പറയാതെ. അപ്പോൾ നൗഷാദ് സാബ് ചോദിച്ചു, പിൻറ്റോ സാബ് ഇൻക കുച്ച് ആത്താ ഹൈ, ആപ്കാ ക്യാ റായ് ഹൈ? ഇവന് വല്ലതും അറിയാമോ, താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ പോകുന്ന വഴിക്ക് പിൻറ്റോ വന്നു, ദ ബോയ് നോസ് വാട്ട് ഹീ ഈസ് ഡൂയിങ് എന്ന് പറഞ്ഞ് ആശാൻ പോയി. അപ്പം നൗഷാദ് പറഞ്ഞു, അച്ചി ബാത്ത്. സോ നാളെ മുതൽ ഇവിടെ എല്ലാ ദിവസവും 8 മണിക്ക് വരണം, ഞാൻ പറയുമ്പോൾ തിരിച്ചു പോവാം എല്ലാ ദിവസവും. ഐ വാസ് സോ ഹാപ്പി. ആൻഡ് ഈ സൈഡ് എനിക്ക് 100 രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞു ഒരു മാസം. ഐ വാസ് ഗെറ്റിംഗ് 125 രൂപ ഫ്ലോറ ഫൗണ്ടനിൽ ഗുമസ്തപ്പണിക്ക്. അപ്പോൾ 25 പോയി ചാകട്ടെ, നമുക്കിവിടെ നൗഷാദ് സാഹിബിൻ്റെ ജോലി കിട്ടിയല്ലോ, അദ്ദേഹത്തോടുകൂടി മ്യൂസിക് പങ്കുവെക്കാനുള്ള സാഹചര്യം കിട്ടി. അങ്ങനെ ഐ ബിക്കെയിം ഹിസ് അസിസ്റ്റൻറ്റ്. ബട്ട് എൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ ഞാൻ പറഞ്ഞില്ല. നൗഷാദ് സാഹിബിന് ഇമ്മീഡിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ഒരു വണ്ടർഫുൾ മ്യൂസിഷ്യൻ ആൻഡ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മുഹമ്മദ് ഷഫി. ബൈ ഞാനൊരു കറക്ഷൻ പറഞ്ഞോട്ടെ, എല്ലാവരും കേൾക്കാനാണ്. ഇത് നമ്മൾ കേരളത്തിൽ മുഹമ്മദ് റാഫി എന്ന് പറയുന്നത് കംപ്ലീറ്റ് തെറ്റാണ് കേട്ടോ. അതെ, റാഫായൽ എന്നുള്ള പേര് നമുക്ക് ഇവിടെയുണ്ട്, അതുകൊണ്ടാണ് റാഫി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് റഫി എന്നാണ്, റഫി. അതുപോലെ ഇദ്ദേഹം മുഹമ്മദ് ഷഫി. മുഹമ്മദ് ഷഫി വാസ് അറ്റ് ദാറ്റ് ടൈം maybe about 50 years old, a little less, complete bald. And ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു, ഞങ്ങൾ പരിചയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ നൗഷാദ് സാഹിബിന് 100 രൂപയാണോ പറഞ്ഞിരിക്കുന്നത്? ശരി, നമുക്കൊരു പണിയാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. നൗഷാദ് സാഹിബ് കൊല്ലത്തിൽ ഒരു സിനിമ ചെയ്യാറുള്ളൂ. അന്ന് തന്നെ അത് he was charging 1 lakh or 2 lakhs as his remuneration. I'm talking about 1965. So he would say, let's go to the producer's office. എന്നെ വിളിച്ചിട്ടുണ്ട് ഷഫി സാബ് പോയിട്ട് പറഞ്ഞു, നൗഷാദ് സാബ് का नया assistant है, इनको every month put 500 rupees. അങ്ങനെ ഷഫി സാബ് started taking care of me. And when we would have a work in the studio, I will be paid 500 rupees. അങ്ങനെ we started working together. Worked in such movies as आदमी, पालकी, संघर्ष, साथी, गवार, दिल दिया दर्द लिया, ഇങ്ങനെയുള്ള
ദിലീപ് കുമാർ, രാജേന്ദ്ര കുമാർ സ്റ്റാറേഴ്സ് അല്ലെങ്കിൽ വൈജയന്തിമാല, വഹീദ റഹ്മാനൊക്കെയുള്ള സിനിമകളുടെ മ്യൂസിക് പാട്ടുണ്ടാക്കലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കലും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി എഴുതിച്ചിരുന്നു. നൗഷാദ്, ഷഫീ സാബ്, മൈസാബ് 3 പേരും കൂടി ഓരോ കഷ്ണം എടുത്തെടുത്ത് ചെയ്യും, എന്നിട്ടാണ് പ്രസൻറ്റ് ചെയ്യും. സാറിൻ്റെ ലൈവ് പെർഫോമൻസുകളിലേക്ക് വരികയാണ്. സാറ് ലൈവ് പെർഫോമൻസിൽ ഭയങ്കര എനർജറ്റിക് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പം സാറ് വർക്ക് സ്പേസ് ഉപയോഗിക്കുന്നത് അവിടെയാണ് സാറിൻ്റെ കോൺട്രിബ്യൂഷൻ മുഴുവൻ നടത്തുന്നത് എന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഇസ് വെരി സിമ്പിൾ. മനുഷ്യനാദ്യം മരത്തേലായിരുന്നല്ലോ അല്ലേ? ഫ്രം ദി സ്റ്റോറി ഓഫ് എവല്യൂഷൻ വി നോ ഫസ്റ്റ് മാൻ വാസ് എ കുരങ്ങായിരുന്നു. മരത്തെ നാശം ചാടി ഇറങ്ങി ആദ്യം 4 കാലയൊക്കെ നടന്നു. കുറച്ച് നാൾ എന്ന് വെച്ചാൽ 1-2 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ 2 കാലുകൾ നടക്കാൻ തുടങ്ങി. അവനെയാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഹോമോ സാപ്പിയൻസ് എന്ന് വെച്ചാൽ ചിന്തിക്കുന്ന കുരങ്ങ്. ഹോമോ എന്നൊരു പേരിട്ടു, മാൻ എന്നുള്ളൊരു പേര്. അപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ആരംഭകാലം മുതൽ ഇന്ന് വരെ പാട്ട് അവൻ പാടിയിട്ടുണ്ട്. പാട്ട് പാടുന്ന ജന്തുക്കൾ നമ്മൾ ഓമന പേരിട്ട് മയിൽ പാടുന്നു, അത് പാടുന്നു, ഇത് പാടുന്നു എന്നൊക്കെ പറയുമെങ്കിലും പാട്ട് പാടുന്ന ഒരേ ഒരു ജീവി ഈ പ്രപഞ്ചത്തിൽ, അതായത് നമ്മുടെ ഭൂമിയിലുള്ളത് മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ ദാറ്റ് ഈസ് ആ പാട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് വേണ്ട. അപ്പം ഞാൻ ചെയ്യുന്ന 30 പേര് നിലത്തി നിർത്തിയിട്ട് ഒരു പാട്ടങ്ങ് പാടി. അപ്പം യഥാർത്ഥ ലൈവ് കഴിഞ്ഞ 1,00,000 കൊല്ലം ചെയ്ത കാര്യം നമ്മൾ പെട്ടെന്ന് കൈവിടാൻ പാടില്ലല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ പാട്ടുണ്ടായതും ആ പാട്ടിനെ നിലനിർത്തിയതും നമ്മുടെ കഴിവാണ്. അത് ഇന്നും തുടർന്ന് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിലും എനിക്ക് എനർജി വരും നാച്ചുറലി. ഐ ആം എ സിംഗർ, ഐ ടോൾഡ് യു. 4ാമത്തെ വയസ്സിൽ പാട്ട് പാടാൻ തുടങ്ങിയില്ലേ. സോ ഐ നോ എക്സാക്ട്ലി വേർ ബ്രെത്ത് എവിടെ എടുക്കണം, എവിടെ പ്രൊനൗൺസിയേഷനിൽ ചന്ദ്രക്കല ഉപയോഗിക്കണം. ഉദാഹരണം വന്നു പോയി, നോട്ട് വന്നു പോയി, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആക്യുറസി ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ 30 പേരെ കണ്ട് ഒപ്പം പാടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ടും വളരെ വ്യക്തമാണ്. സാറിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാമിൽ 28 സ്റ്റേറ്റ്സിലുള്ളവർ പല ഡിഫറെൻറ്റ് അതേ സ്റ്റേറ്റ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള വേഷം ഇട്ടിട്ടുള്ള ഒരിത് കണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അതൊന്ന് വെരി സിമ്പിൾ. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് സിംഗ് പാടു സിംഗ് ഇന്ത്യ എന്നാണ്. ഇന്ത്യ പാടു എന്നാണ്. അപ്പോൾ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റിലുമുള്ള ഉടുപ്പ് അവരെ ഇടുന്നു. അപ്പോൾ ഇന്ത്യയാണ് പാട് എന്നുള്ള കോൺസെപ്റ്റ്. ക്രിസ്മസ് ഇനിയിപ്പം എല്ലാവർക്കും സാറിൻ്റെ ഒരു വിഷ് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമിൻ്റെ സമാപനത്തിലേക്ക് കടക്കാം. I wish each and every one of the viewers of this program a very, very Merry Christmas.